സമയത്ത് സാഹിത്യം ചിലവാകില്ല. 8 മണി വരെ ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആര് വന്ന് സംസാരിച്ചാലും ഇരിക്കില്ല. 8 മണിക്ക് മുമ്പ് ഇവിടെ അങ്ങനെയല്ല എന്ന ഒരു അനുഭവം നല്ലതാണ്. ശബരി വാസുദേവ് എഴുതിയ ശബരി എന്ന നോവലിനെ ആധാരമാക്കി ആ നോവലിൻ്റെ ഒരു ക്രിയാത്മകമായ ഒരു വിമർശനം നടത്തണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ശബരിയുടെ എല്ലാ അധ്യായങ്ങളും വായിക്കുകയും മുഴുവനും നോട്ട് കുറിച്ച് ഒരു നോട്ട് പുസ്തകത്തിലാക്കുകയും ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ അത് പ്രയോഗിക്കാൻ പറ്റിയ സമയം അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു 10 മിനിറ്റ് കൂടി കൂട്ടി 30 മിനിറ്റിൻ്റെ അകത്ത് ഒതുക്കാം. 20 ആണല്ലോ എനിക്ക് തന്നത്. ഇത്രയും ആളുകൾ ഇത് കേട്ടിരിക്കും. അത് കാരണം ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇത്ര ആളുകൾ ഇത് കേട്ട് ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഞാൻ കൂട്ടി പറഞ്ഞേ മതി. ലോക സാഹിത്യത്തില് മഹത്തായ ഗ്രന്ഥങ്ങളായിട്ട് കരുതുന്ന 2 ഭാരതീയ ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. പാശ്ചാത്യ സാഹിത്യത്തില് ഹോമറുടെ ഇലിയഡും ഒഡിസിയും ഈ 4 ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് അതിനെ ആധാരമാക്കിക്കൊണ്ട് ലോക സാഹിത്യത്തിൽ അനേകം കൃതികൾ ഉണ്ടായിട്ടുള്ളത്. രാമായണം വൈകാരികമായും വൈചാരികമായും മനുഷ്യ ഹൃദയങ്ങളുടെ ആധാരശിലകളായി നിൽക്കുമ്പോൾ തന്നെ മഹാഭാരതം പരന്നൊഴുകുകയുണ്ടായി. ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും അതിൻ്റെ അനുകരണങ്ങളായിട്ടോ അഡാപ്റ്റേഷൻസായിട്ടോ പരിഭാഷകളായിട്ടോ പുതിയ സർഗാത്മക കൃതികളായിട്ടോ ഒക്കെ ധാരാളം ഉണ്ടായി. മലയാളത്തിൽ എൻ്റെ അറിവിൽ തന്നെ ഏതാണ്ട് 120-ലധികം ഗ്രന്ഥങ്ങൾ മഹാഭാരതത്തെ ആധാരമാക്കി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ പെടാതെ പോയ അനേകം പുസ്തകങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാനത് കണ്ടെത്താത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. കവിതയായും നാടകമായും ചെറുകഥകളായും നോവലുകളായും മലയാളത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ടായിട്ടുണ്ട് മഹാഭാരതത്തെ ആധാരമാക്കിയുള്ളത്. ഇന്ത്യൻ ഭാഷകളിൽ 100 കണക്കിന് പുസ്തകങ്ങൾ ഉണ്ട്. പലതിൻ്റെയും ലിസ്റ്റ് പട്ടിക നമുക്ക് കിട്ടുന്നുണ്ട് സാഹിത്യ അക്കാദമികളിൽ നിന്ന്. ഇന്ത്യയിലെ മഹാഭാരതത്തെ ആധാരമാക്കി എഴുതിയിട്ടുള്ള കൃതികളിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടാഗോറിൻ്റെ കുന്തി ആൻഡ് കർണ, കുന്തിയും കർണനും എന്ന നാടകമാണ്. ആ നാടകത്തിൽ കുന്തി താൻ പ്രസവിച്ച കുട്ടിയാണെന്ന് സ്വയം ഏറ്റെടുക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞ ആ അമ്മ യുദ്ധത്തിൻ്റെ തലേ ദിവസം ആ മകനെ തേടി മകൻ്റെ ക്യാമ്പിലെത്തുകയാണ്. കർണ, മോനെ, മകനെ, നീ എൻ്റെ മകനാണ്. മകൻ പറയുന്നു, അമ്മേ വൈകിപ്പോയി,
വയക്കിപ്പോയി. എനിക്ക് അമ്മയെ ആവശ്യമുണ്ടായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മ നാവനക്കിയില്ല. യുദ്ധ പരീക്ഷണം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അധിരഥന്റെ പുത്രനാണ്, എനിക്ക് യുദ്ധ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചപ്പോൾ അമ്മ നാവും കൂട്ടിയിരുന്നു. അന്ന് എനിക്ക് അമ്മയെ ആവശ്യമുണ്ടായിരുന്നു. അമ്മയെ വൈകിപ്പോയി. മകനെ, നീ എൻ്റെ മകനാണ്, പഞ്ചപാണ്ഡവന്മാരുടെ സഹോദരനാണ്, നീ അവർക്കെതിരെ യുദ്ധം ചെയ്യരുത്. അമ്മയെ സാധ്യമല്ല. എന്നെ മാത്രം ഉദ്ദേശിച്ച്, എന്നെ മാത്രം വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങിയ ദുര്യോധനനോട് ഞാൻ എന്തു പറയും? സാധിക്കില്ല. അമ്മയുടെ ആഗ്രഹം സാധ്യമല്ല. ഞാനാണെങ്കിൽ അർജുനനെതിരായി ഞാൻ യുദ്ധം ചെയ്തിരിക്കും. അമ്മയ്ക്ക് 5 മക്കൾ എപ്പോഴും ഉണ്ടാവും, ഒരു മകൻ നഷ്ടപ്പെടും. അങ്ങനെ ആ സംഭാഷണം മുന്നേറുമ്പോൾ മനുഷ്യ മനസ്സുകളിലൂടെ കടന്നു പോകുന്ന വൈകാരികവുമായ അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ഒരു പുതിയ ലോകം നമ്മുടെ മനസ്സുകളിൽ വന്ന് നിറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. മഹാഭാരതത്തെ അധികരിച്ച് എഴുതിയിട്ടുള്ള യയാതി അനേക കൃതികളെ കുറിച്ച് എനിക്ക് എപ്പോൾ ഓർമ്മ വരുന്നു. അതിനെക്കുറിച്ചൊന്നും വിശദമായി പറയാൻ ഒരു സന്ദർഭം ഇതല്ല. യയാതി ഖാണ്ടേക്കറിന്റെ മഹാരാഷ്ട്ര മറാഠിയിൽ എഴുതിയ നോവലാണിത്. യയാതി എന്ന മനുഷ്യന് യൗവനത്തോടുകൂടി ജീവിക്കണം. അതിന് മക്കളോടെല്ലാം ചോദിച്ചു, മക്കളെ, നിങ്ങൾ എൻ്റെ വാർദ്ധക്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ യൗവനം എനിക്ക് തരൂ. ഇല്ല, ആരും തയ്യാറായില്ല. പുരൂരവസ് എന്ന മകൻ മാത്രം തയ്യാറായി. അച്ഛാ, ഞാൻ താങ്കൾക്ക് എൻ്റെ യൗവനം ഇതാ തരുന്നു. അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് ദീർഘായുഷ്യായിരിക്കും. ആ കഥ അങ്ങനെ പോകുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട നോവൽ ശിവജി സാവന്തിൻ്റെ കർണൻ എന്നല്ല അതിൻ്റെ പേര്. അത് മലയാളത്തിൽ വന്ന പരിഭാഷയാണ്. മൃത്യുഞ്ജയം എന്നാണ് അതിൻ്റെ പേര്. വയസ്സായതിലും എനിക്ക് ഓർമ്മയില്ല. മൃത്യുഞ്ജയം എന്നാണ് രാജസ്ഥാനി ഭാഷയിൽ എഴുതിയതാണത്. അത് ഹിന്ദിയിൽ നിന്നാണ് ചന്ദ്രൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കർണൻ എന്ന് പേര് കൊടുത്തു. കർണൻ എന്നല്ല അതിൻ്റെ ഒറിജിനൽ പേര്. അല്ല, അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് വന്നത് ഹിന്ദിയിൽ തന്നെ ഇവർ ചെയ്തതാണ്. വേണമെന്നും പരിശോധിക്കാം. സംശയം എല്ലാവർക്കും വരാറുണ്ട്. എനിക്ക് തെറ്റുപറ്റാണ്, ഒന്ന് നോക്കണം. രാജസ്ഥാനിയിൽ നിന്ന് ഹിന്ദിയിൽ വന്നിട്ട്, ഹിന്ദിയിൽ നിന്നാണ് ചന്ദ്രൻ, ഡോക്ടർ ചന്ദ്രൻ എൻ്റെ ശിഷ്യനായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരാണ് ചെയ്തത്. ഞാനിത് വായിച്ചിട്ടുണ്ട്, വായിക്കാത്തതൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ദ്രൗപദി എന്ന ഒരു നോവലുണ്ട്, പ്രതിഭ റായിയുടെ. ഒറിയ ദ്രൗപദിയുടെ മാനസിക സംഘർഷങ്ങളെ അതീവ സൂക്ഷ്മതയോടുകൂടി ചിത്രീകരിക്കുന്ന ഒരു നോവലാണത്. അതെ, ദ്രൗപദിയെ തന്നെയാണ് നമ്മുടെ PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ പാഞ്ചാലി ദ്രൗപദി ആലോചിക്കുകയാണ്, ദൈവമേ, കർണൻ നേരത്തെ തന്നെ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ അയാളുടെയും ഭാര്യയാകുമായിരുന്നല്ലോ എന്ന ചിന്ത ആണ്
കെ ബാലകൃഷ്ണൻ കണ്ണന്റെ മരണത്തിന് ശേഷമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് ദ്രൗപദി പറയുന്നത്. ഇതുപോലെ അനേകം നോവലുകൾ ഭാഷയിൽ വന്നിട്ടുണ്ട്. എം.ടി. വാസുദേവൻ നായർ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അതിനകത്തുണ്ട്. എപ്പോഴും രണ്ടാമനായി പോകുന്ന കുട്ടിക്കാലം മുതൽ രണ്ടാമനായി പോകുന്ന തൻ്റെ ബാല്യത്തിൻ്റെ അംശങ്ങളെ ഭീമനിലൂടെ ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമഴം എല്ലായിടത്തും ഒന്നാമനായിരിക്കുകയും അതേ സന്ദർഭത്തിൽ മറ്റുള്ളവരിൽ നിന്ന് രണ്ടാമനെന്ന് തിരസ്കരിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിത അനുഭവത്തിൻ്റെ ആത്യന്തികമായ സാംസ്കാരിക അനുഭവങ്ങളെയും അനുഭൂതികളെയുമാണ് ആ കൃതിയിൽ ചിത്രീകരിക്കാൻ എം.ടി. ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്കൊക്കെ പോയാൽ ശകുനി എന്ത് ചെയ്യും? ഞാൻ ശകുനിയിലേക്ക് ശകുനി ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചത്. ശകുനിയാണ് മഹാഭാരതത്തിലെ യുദ്ധത്തിന് എല്ലാറ്റിനും കാരണക്കാരനെന്ന് പറഞ്ഞ് നിരൂപണങ്ങൾ നടത്തിയിട്ടുണ്ട്. മലയാളത്തില് ഏതാണ്ട് ഒരു 10-24 നോവലുകൾ മഹാഭാരതത്തെ ആധാരമാക്കിയുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ശകുനിയെക്കുറിച്ച് വേറെ ആരും എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറ്റനേകം കഥാപാത്രങ്ങളെ കുറിച്ച് ആവർത്തിച്ച് നോവലുകൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത കർണൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ചന്ദ്രൻ്റെ അശ്വത്ഥ പുതിയ നോവല് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോൾ അനേകം കഥാപാത്രങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് അനേകം പേർ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ കുറിച്ച് എത്രയോ നോവലുകൾ ഇന്ത്യൻ ഭാഷകളിൽ ധാരാളം വന്നിട്ടുണ്ട്. മലയാളത്തിലെ ശകുനിയെക്കുറിച്ചുള്ള ഈ നോവൽ പലതരത്തിലും ശ്രദ്ധേയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിവൃത്തം പ്രഖ്യാതമാകുമ്പോൾ എന്ന പേരിൽ മാരാര് ഉപന്യാസം എഴുതിയിട്ടുണ്ട്. ഇത് ഇതിവൃത്തം പ്രഖ്യാതമായ ഇതിവൃത്തമാണ്. പ്രഖ്യാതമല്ലാതെ സ്വയംഭൂവായിട്ട് എഴുത്തുകാരൻ്റെ അന്തരിന്ദ്രിയങ്ങളിൽ നിന്ന് കടന്നു വരുന്ന അനുഭവങ്ങളെ ചിത്രീകരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പ്രസിദ്ധ ഇതിവൃത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള നോവൽ രചന. പ്രസിദ്ധ കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ രീതികൾ, ജീവിത അവസ്ഥകൾ, മനോഭാവങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ, ഇതൊക്കെ മൂലഗ്രന്ഥകാരൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അതിനോടൊപ്പം സഞ്ചരിക്കുകയോ അതിൽ നിന്ന് വ്യതിചരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഏതേത് അംശങ്ങളിൽ തകരാറുകൾ സംഭവിക്കുന്നു, ബെറ്റർമെന്റ് സംഭവിക്കുന്നു എന്നൊക്കെ വായനക്കാർക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനം എന്ന ആ ഭാഗം എടുത്തുകൊണ്ട് കാളിദാസൻ നാടകം എഴുതി. മഹത്തായ നാടകമാണ്. എങ്കിലും അതിലെ ശകുന്തളയുടെ ചിത്രീകരണത്തിൽ പാടിപ്പോയതായിട്ട് മുണ്ടശ്ശേരി ഭാഷ എഴുതിയിട്ടുണ്ട്. മഹാരാജാവിനെ വെള്ളപൂശാൻ വേണ്ടി ശകുന്തളയെ ഇത്തരത്തിൽ ദുർബലപ്പെടുത്തി കളഞ്ഞു എന്ന് മുണ്ടശ്ശേരി എഴുതിയിട്ടുണ്ട്. മഹാഭാരതത്തിലെ ശകുന്തള നേരിട്ട് വന്നിട്ട് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ഞാൻ താങ്കളാൽ ഗർഭിണിയാക്കപ്പെട്ടവളാണ്, എന്നെ സ്വീകരിക്കുമെന്ന്. രാജാവ് പറഞ്ഞു, എനിക്ക് തന്നെ അറിയില്ല, നീ എൻ്റെ മാനം കെടുത്താൻ വേണ്ടി വന്നിരുന്ന ഒരു ദുശ്ശകുനമാണ്. രാജാവേ, അങ്ങ് അഹങ്കരിക്കരുത്, അങ്ങ് ദുഷ്ടനായി മാറരുത്.
ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ സ്വീകരിക്കുക മാത്രമേ താങ്കൾക്ക് മാർഗമുള്ളൂ, വഴിയുള്ളൂ. അങ്ങനെ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അശരീരി ഉണ്ടാകുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, നോക്കൂ, എൻ്റെ സത്യാവസ്ഥ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ അശരീരിയും പ്രതീക്ഷിച്ചിരിക്കുക. അശരീരി എന്നൊക്കെ പറയുന്നത് അവിടെ കൂടിയ മനുഷ്യരുടെ മനസ്സാക്ഷിയാണ്, അല്ലാതെ അശരീരിയൊന്നും വന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഒടുവിൽ രാജാവിനെ വെള്ളം പൂശാൻ വേണ്ടി ശാകുന്തളം നാടകത്തിൽ മാറ്റം വരുത്തി ഒരു മോതിരത്തിൻ്റെ കഥയൊക്കെ കൊണ്ടുവന്ന് അത് ആ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് ചില നിരൂപകന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശകുനി ഒരു ദുഷ്ടകഥാപാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കുതന്ത്രക്കാരൻ. സാധാരണ വെള്ളം പിടിക്കാറില്ല. അപ്പോ ഈ നോവലില് രണ്ട് തരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, ശകുനി എന്ന കഥാപാത്രത്തെ വെള്ളപൂശാൻ കഥാകാരി ശ്രമിക്കുന്നുണ്ടോ, അദ്ദേഹത്തെ ഒരു മാന്യനായ ഒരു കഥാപാത്രമാക്കി വ്യത്യസ്തനാക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തകരാറുകളെയും കുഴപ്പങ്ങളെയും ഒക്കെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തിനാണ് സഹോദരിയെ സഹായിക്കാൻ വേണ്ടിയോ സഹോദരിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയോ ഈ ശകുനി ഹസ്തിനപുരത്ത് പോയി താമസിക്കുന്നത്? എന്തിന്? ഒരു ന്യായീകരണം കണ്ടെത്താൻ ശബരിക്ക് കഴിഞ്ഞില്ല, മഹാഭാരത ഭർത്താവിനും കഴിച്ചിട്ടില്ല. ഇല്ല, ഒരു കാരണം വേണ്ടേ? കാരണമില്ല, കാരണം പറയാൻ വയ്യ. ഇവിടെ ഈ അയാളെ ശബരിയെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഭീഷ്മർക്കെതിരായിട്ടുള്ള മനസ്സാണല്ലോ. ഭീഷ്മരെ നശിക്കണം, ഭീഷ്മരെ നശിക്കണം, ഭീഷ്മരോട് പകരം വീട്ടണമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ് അദ്ദേഹം സഹോദരിയോടൊപ്പം വരുന്നത്. ഈ ഭീഷ്മര് ഈ ശബരിയെ 728 ദിവസം ജയിലിൽ കിടത്തിയിട്ടുണ്ട്, കാരാഗൃഹത്തിൽ കിടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരാളിന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ കൊടുത്തയക്കുകയുള്ളൂ. ഇവർ കുറേ പേരുണ്ട്. അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ച് ഏതെങ്കിലും ഒരുത്തൻ ജീവിക്കട്ടെ. അപ്പോ ശബരി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് മറ്റു ബന്ധുക്കളെല്ലാവരും ശബരി ആ ഭക്ഷണം, ഒരാളുടെ ഭക്ഷണം അയാൾ മാത്രം കഴിക്കുകയും അങ്ങനെ ജീവൻ നിലനിർത്തുകയും ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ കാര്യമായി ശബരി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗാന്ധാരി നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ഒടുവിൽ ഭീഷ്മരനെ ആളയച്ച് തിരിച്ചു വിളിക്കുകയും ചെയ്തപ്പോൾ ഈ ശബരിയെയും മറ്റു ബന്ധുക്കൾ ജീവിച്ചിരുന്നവരെയൊക്കെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ശകുനിയുടെ മനസ്സിൽ ഉള്ളത് ഭീഷ്മരോടുള്ള വിരോധമാണ്. പാണ്ഡവരോട് പോലും അദ്ദേഹത്തിന് അങ്ങനെ വിരോധമില്ല. ഇതിൻ്റെ കഥാംശത്തെക്കുറിച്ചൊന്നും ഞാൻ വിശദത്തിലേക്ക് പോകുന്നില്ല, പോകേണ്ടതാണ്. പക്ഷേ അതിലേക്ക് കടക്കുന്നില്ല. ഈ നോവലിൽ
രചനാപരമായ ആഖ്യാനപരമായ ചില പ്രത്യേകതകൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ സവിശേഷതകളിലേക്കോ ന്യൂനതകളിലേക്കോ ഒന്ന് വിരൽ ചൂണ്ടിയിട്ട് നിർത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നറേഷൻ എന്ന് പറയുന്നത് ചെറുകഥയിലായാലും നോവലിലായാലും ആഖ്യാനം എന്ന് പറയുന്നത് കഥ പറയുന്ന രീതിയാണ്. കഥ പറയാൻ അനേകം രീതികൾ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഞാനായ കഥാകൃത്ത്, ഞാനായ കഥാപാത്രം, ഞാനായ അങ്ങനെ മൂന്നും കഥാകൃത്ത്, കഥാകാരൻ, നറേറ്റർ മൂന്നും ഒരാളായിട്ട് കഥ പറയാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പല കഥകളും അങ്ങനെയാണ്. അടുത്ത സെക്കൻഡ് പേഴ്സൺ, നീ അല്ലെങ്കിൽ നിങ്ങൾ കഥ പറയാൻ വളരെ വിഷമം പിടിച്ച ഒരു വീക്ഷണകോണമാണത്. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ നിങ്ങൾ എന്ന പേരിൽ മുകുന്ദൻ്റെ ഒരു നോവലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ 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 ചെയ്യുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു, നിങ്ങൾ ഇത് ചെയ്യുന്നു. ടെൻഷൻ ഉണ്ടാക്കുക എഴുത്തുകാരനും കഥാപാത്രത്തിനും ഒക്കെ. പക്ഷെ ആ നോവലിൽ മുഴുവനും നിങ്ങളാണ് കാര്യങ്ങൾ നടത്തുന്നത്, നിങ്ങളാണ് കഥാപാത്രം, നിങ്ങളാണ് അയാളെ ചൂണ്ടി കഥാകാരൻ, ആഖ്യാതാവ് കഥ പറയുകയാണ്. മൂന്നാമത്തത് തേർഡ് പേഴ്സൺ, അവനവൾ. കഥാകൃത്തിന് വലിയ സ്വാതന്ത്ര്യമുണ്ട്, എവിടെയും കഴിച്ചല്ല, ആരുടെയും കഥ പറയാം, എന്തും കാണിക്കുക, എന്തും ചെയ്യുക. ഇങ്ങനെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന മൂന്ന് വീക്ഷണകോണുകളാണ് സാഹിത്യത്തിൽ, ഫിക്ഷനിലുള്ളത്. അതിൽ ഈ തേർഡ് പേഴ്സണിൽ തുടങ്ങിയിട്ട് ആഖ്യാനം തുടങ്ങിയിട്ട് കഥാപാത്രങ്ങൾ വരുമ്പോൾ കഥാപാത്രങ്ങളിലേക്ക് ഞാനായി മാറുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിനെ റെസ്ട്രിക്റ്റഡ് തേർഡ് പേഴ്സൺ എന്ന് പറയും. നിയന്ത്രിത മൂന്നാം പുരുഷൻ, ഒന്നാം പുരുഷൻ, രണ്ടാം പുരുഷൻ, മൂന്നാം പുരുഷൻ. മൂന്നാം പുരുഷനിൽ റെസ്ട്രിക്റ്റഡ്. ഇതിൽ ഈ റെസ്ട്രിക്റ്റഡ് തേർഡ് പേഴ്സണിൽ അവൻ ഞാനായി മാറുന്ന ഒരു സമ്പ്രദായമുണ്ട്, രചനാ സമ്പ്രദായം. ആ രചനാ സമ്പ്രദായം ശബരിയിൽ പലയിടത്തും പ്രയോഗിക്കാൻ ശബരി വാസുദേവ് ശ്രമിച്ചിട്ടുണ്ട്. അത് നോവലിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ തേർഡ് പേഴ്സണിൽ നിന്ന് ഫസ്റ്റ് പേഴ്സണിലേക്ക് മാറുമ്പോൾ ഇടയ്ക്ക് കയറി കഥാകാരിയോ കഥാകൃത്തോ മിണ്ടാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് കഥാകാരി കയറി സംസാരിക്കും. അത് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് പറയുന്ന ബോധധാര രചനാ സമ്പ്രദായത്തിനെതിരാണ്. ഞാൻ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കഥയൊക്കെ അവർക്കൊക്കെ അറിയാം. ഇത് ഇത്തരത്തിൽ നിരൂപണമൊന്നും ആരും ചെയ്യാറില്ല. ഇതതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ബോധധാര സമ്പ്രദായം എന്ന് പറഞ്ഞ ഒരു നറേറ്റീവ് ടെക്നിക്കുണ്ട്. അത് ഒരു നദി ഒഴുകുന്നത് പോലെ ആഖ്യാനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ചിന്തകളിലൂടെ, വികാരങ്ങളിലൂടെ, അനുഭൂതികളിലൂടെ ഇങ്ങനെ നീങ്ങിപ്പോകുന്നതാണ്. കഥാകൃത്തടയ്ക്ക് വന്ന് അയാളങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ് എന്നോ, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോവുകയാണോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അരുവിയെ പെട്ടെന്ന് തടസ്സപ്പെടുത്തുന്ന മൺകൂര പോലെ എഴുത്തുകാരി മാറുന്നു. ഈ തടസ്സം ഈ ഗ്രന്ഥത്തിൽ സവിശേഷമായ ആഖ്യാന സ്വരൂപത്തെ തടസ്സപ്പെടുത്തുന്നു. ആരെങ്കിലും ഇത് വായിച്ചിട്ട് ഒരാളെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇടയ്ക്കിടയ്ക്ക് കഥാകാരി കയറി വന്ന് വർത്തമാനം പറയുന്ന സമ്പ്രദായം വെട്ടിക്കളഞ്ഞെടുത്തെങ്കിൽ
അതിൻ്റെ ഒഴുക്ക് സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അത് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് യുലിസസ് എന്നൊരു നോവലുണ്ട്, ജെയിംസ് ജോയ്സിൻ്റെ യുലിസസ് ആയി ഞാനാണ് കഥാപാത്രം തന്നെ കഥ പറയുകയാണ്. അതൊരു കണ്ടിന്യൂസ് ഫ്ലോയാണ്. വികാരങ്ങളുടെ വിചാരങ്ങളുടെ ഒരു ഒഴുക്കാണ്, ഒരു സ്ട്രീമാണ്. അവിടെ കഥാകാരൻ ജെയിംസ് ജോയ്സ് ഒരിക്കലും പ്രത്യക്ഷപ്പെടുന്നില്ല, ഒരിക്കലും ഒരു വാക്യം പോലും അയാൾ കയറി പറയുന്നില്ല. അതിങ്ങനെ ഒഴുകി എവിടെയോ എത്തിപ്പോകുന്ന ഒരവസ്ഥ, ഒരനുഭവം. അതുപോലെ ഈ നോവൽ അത്രയും ഉയർന്ന തലത്തിൽ എത്തുമായിരുന്നു. പക്ഷെ അവിടെ എത്താൻ പറ്റാത്തത് കഥാകൃത്ത് കയറി ഇടയ്ക്ക് ഒരു വാക്യം 2 വാക്യമൊക്കെ ചേർത്ത് പോകുന്നു. സവാള കേട്ടാ എന്നും തോന്നരുത്. ഫ്ലാഷ് ബാക്ക് വേറൊരു നറേഷനിലെ ഒരു പ്രത്യേകത. നറേഷനിലെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് വർത്തമാനത്തിൽ നിന്നുകൊണ്ട് കഥാപാത്രത്തിൻ്റെ ഭൂതകാല ജീവിത അനുഭവങ്ങളെ ചിത്രീകരിക്കുന്ന രചനാ രീതിയാണ്, ആഖ്യാന സമ്പ്രദായത്തെയാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഫ്ലാഷ് ബാക്ക് ഒരുപാട് ഉപയോഗിച്ചു, ഭംഗിയായിട്ട് ഉപയോഗിച്ചു. അവർക്ക് വേണമെങ്കിൽ മലയാളത്തിലെ മഹാഭാരത കഥാഖ്യാനങ്ങളുടെ നടുവിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ യോഗ്യത അവർ തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നോവലിലെ ബോധകാല സമ്പ്രദായത്തെ അവർ തന്നെ അല്ലാതെയാക്കി. ഫ്ലാഷ് ബാക്കുകളെ ഇതുപോലെ ഇടയ്ക്ക് കയറി വന്നതെന്ന് സംസാരിക്കുന്നത് കൊണ്ട് അതിൻ്റെയും ഫ്ലോ നഷ്ടപ്പെടുത്തി. ഞാൻ ചുരുക്കാം. ഞാൻ കുറേ പോയിന്റ്സ് കുറിച്ചിരുന്നു. എല്ലാ പോയിന്റ്സും പറയുന്നില്ല. 10 മണിക്ക് ഞാൻ നിർത്താം. എനിക്ക് സുനിലിന്റെ മാത്രം അഭിപ്രായം. ഇനിയും കൂടുതൽ സംസാരിക്കാം എന്നാണ് സുനിൽ പറഞ്ഞത്. നന്നായി. നാളെ ജോലിക്ക് പോകണ്ടേ? ഇതില് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നറേഷനിൽ വരുന്നത് ശകുനിയുടെ ക്യാരക്ടർ. ഇതില് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ നറേഷനില് ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, 4-ാം അധ്യായത്തിൽ വെച്ച് ശകുനിയെ സഹദേവൻ കൊല്ലുകയാണ്. 4-ാം അധ്യായം. അതിനുശേഷം ഈ സഹദേവനും ശകുനിയും തമ്മിലുള്ള സംഭാഷണമാണ്. ശകുനിയുടെ ആത്മാവുമായിട്ടാണ് സഹദേവൻ സംവദിക്കുന്നത്. സഹദേവന്റെ മനസ്സിൽ ഒരു പ്രയാസമുള്ളത്, ശകുനിയെ കൊല്ലണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. പക്ഷെ ഒരു അവസരത്തിൽ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് വിളിച്ച് പറഞ്ഞു പോയി, ഞാൻ അദ്ദേഹത്തെ കൊല്ലുമെന്ന്, ശകുനി അമ്മാവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു പോയി. എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വന്നത് എന്നതിന് ഒരു വ്യാഖ്യാനമില്ല. ശകുനിക്കില്ല, മഹാഭാരതത്തിലും ഇല്ല. മഹാഭാരതത്തിൽ ഞാൻ നോക്കിയിട്ടാണ്, ഇല്ല, ഒരു കാരണം പറയുന്നില്ല. കള്ളച്ചൂട് അതേ ഉള്ളൂ. അതെ, ഇത് നിങ്ങളുടെ ക്യാരക്ടറൈസേഷനിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ചെയ്യണമെന്ന് സഹദേവൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ആ പോയിന്റ് അവര് പറയുന്നുണ്ട്, ശബരി പറയുന്നുണ്ട്.